നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്വർണം പണയം വെക്കുക എന്നുള്ളത്. അതായത് ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അയാളുടെ കയ്യിലുള്ള സ്വർണം അത് ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെ ഈടായി വെക്കുകയും എന്നിട്ട് അവിടെ നിന്ന് പലിശക്ക് കടമെടുക്കുകയും ചെയ്യുന്നതായ രീതി, ഇത് നിഷിദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ആളുകളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, പലിശയുടെ ഗൗരവം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വൻപാപങ്ങളിൽ ഒന്നാണ്. 36 തവണ വ്യഭിചരിക്കുന്നത് പോലെയാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ദിർഹം ഉരിബൻ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ തിന്നുന്നവനെയും പലിശ തീറ്റിക്കുന്നവനെയും അതിൻ്റെ എഴുത്തുകാരനെയും അതിൻ്റെ സാക്ഷി നിൽക്കുന്നവനെയും എല്ലാവരെയും ശപിച്ചിരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് അവരെല്ലാം ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ആളുകൾ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വരുമ്പോഴേക്ക് ഈ പലിശക്ക് എടുക്കാൻ വേണ്ടി, പിന്നെ സ്വർണം പണയം വെച്ചിട്ട് പലിശക്ക് പണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സാഹചര്യം എന്തുകൊണ്ടാണ് എന്നറിയില്ല. അതിൻ്റെ ഗൗരവം അറിയുന്നവർ പോലും പലപ്പോഴും അത് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടവരുമാണ് നമ്മൾ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ഹർബ് ചെയ്യുന്നത്, യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് സമാനമാണ് പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾക്കൊരു ആവശ്യം വന്നാൽ അയാൾ എന്ത് ചെയ്യണം? ആ സ്വർണം, അയാളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ആ സ്വർണം വിറ്റ് അയാളുടെ ആവശ്യം നിറവേറ്റണം. പിന്നെ അൽഹംദുലില്ലാ അള്ളാഹു സമ്പത്ത് നൽകിയാൽ അതുപോലെ സ്വർണം വീണ്ടും വാങ്ങിക്കാം. ഇതാണ് ഒരാൾ ചെയ്യേണ്ടത്. അതായത് ഒരാളുടെ കയ്യിലുള്ള സ്വർണം, ഈ സ്വർണം പണയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ഒരു 60% അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% തുക മാത്രമാണ് പലപ്പോഴും ഈ പലിശക്ക് കടമായിട്ട് ലഭിക്കാം. പിന്നെ അതിൻ്റെ പലിശ അടക്കണം, ഈ കടവും പലിശ എല്ലാം കൂടെ അടക്കാൻ വേണ്ടി പരിശ്രമിച്ച് പലപ്പോഴും അത് അടക്കാൻ സാധിക്കാതെ ഈ സ്വർണം തന്നെ അത് പിന്നെ ലേലം ചെയ്യപ്പെട്ട് തിരിച്ചെടുക്കാൻ സാധിക്കാതെ കളഞ്ഞു പോകുകയും ചെയ്യുന്ന സാഹചര്യം ഒരുപാട് ആളുകളുടേത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ അതിന് നിൽക്കേണ്ട ആവശ്യം? അവസാനം ഈ സ്വർണം പോകുന്നു, ആ പലിശ അതുവരെ ഒരുപാട് അടച്ച്, അതേപോലെ തന്നെ ഈ കടത്തിലേക്ക് ഒരുപാട് അടച്ച് വീണ്ടും അതിൻ്റെ പലിശയുടെ മേൽ പലിശയായിട്ട് വർദ്ധിച്ച് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ. എന്തിനങ്ങനെ ചെയ്യേണ്ട ആവശ്യം? നമുക്കൊരാവശ്യമുണ്ട്, നമ്മളുടെ കയ്യിൽ അൽഹംദുലില്ലാ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഈ സ്വർണ്ണം പണയം വെക്കുന്നതിന് പകരം ആ സ്വർണ്ണം നമ്മൾ വിറ്റ് നമ്മളുടെ ആവശ്യം നിറവേറ്റുന്നു. പിന്നെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വർണ്ണം വാങ്ങണം. ഇത്രയേ ഈ വിഷയത്തിലുള്ളൂ. മാത്രമല്ല, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പോലും നിനച്ചിട്ടില്ലാത്ത, അവൻ പോലും കരുതിയിട്ടില്ലാത്ത മാർഗേണ അവന് റിസ്ക് നൽകുന്നതാണ്, സമ്പത്ത് നൽകുന്നതാണ്, ഉപജീവനം നൽകുന്നതാണ്. അവൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ചെറിയൊരു സാമ്പത്തിക പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ ഹറാമുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരാളും പിന്നെ തനിക്ക് എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല എന്ന് കരുതിയിട്ട് തൻ്റെ റിസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ധൃതി കാണിക്കുകയോ അതുപോലെ തന്നെ അത് കിട്ടുന്നില്ല എന്നിങ്ങനെ പരാതി പറയുകയോ ചെയ്യരുത്. ഇനി അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ തന്നെ ഫലാ യത്ലുബുഹു ബിമഅസിയതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ആ റിസ്ക് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കരുത്. ഫഇന്നല്ലാഹ ലാ യുനാലു ഫദ്ലുഹു ബിമഅസിയതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഉപജീവനം, റിസ്ക് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ടല്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ഗാഫില യഅതീക ബിൽ അർസാഖി മിൻ ഹൈസു ലാ തദ്രി. അതെ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നീ പോലും അറിയാത്ത മാർഗേണ നിനക്ക് റിസ്ക് നൽകിയേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഹറാമുകളിലേക്ക് പോകാതിരിക്കുക. ഒരു ന്യായീകരണവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, കാര്യങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്തെല്ലാം ന്യായീകരണങ്ങൾ നമ്മൾ ആളുകളുടെ മുന്നിൽ പറഞ്ഞാലും നാളെ റബ്ബിൻ്റെ മുന്നിൽ ആ ന്യായീകരണങ്ങൾ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.